ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന മഴതോരും മുമ്പേ സീരിയലിൻ്റെ നമ്മുടെ അലീനയുടെയും അതുപോലെ തന്നെ നമ്മുടെ മനുവിൻ്റെയൊക്കെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ ഓട്ടോക്കാരൻ ഷാജി ചേട്ടൻ വന്നായിരുന്നല്ലോ. ഷാജി ചേട്ടൻ വന്നിട്ട് കുറച്ച് വിഷമമായിട്ട് തന്നെ അലീനയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ശരണ്യെ കൈയൊഴിഞ്ഞു അല്ലേ? കാരണം അമ്മ പറഞ്ഞു, അതായത് ഷാജിയുടെ അമ്മ കഴിഞ്ഞ ദിവസം ഷാജിയോട് പറഞ്ഞു, നമ്മുടെ ശരണ്യയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ഇതാണ്. കാരണം പഴയതിനേക്കാളും ഒരു ഏകാന്തമായ ഒരു ജീവിതം ആ കുട്ടി അതിലോട്ട് പോയി എന്നുള്ളതൊക്കെ ഷാജി ചേട്ടൻ പറയുകയാണ്. അങ്ങനെ അതനുസരിച്ചിട്ട് അലീന ബാലചന്ദ്രൻ്റെ പെർമിഷൻ വാങ്ങി നമ്മുടെ മനുവിനോടൊപ്പം പോവാണ്. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ശരണ്യയുടെ അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മോളെ പഴയതിനെക്കാട്ടിലും ഇപ്പം വളരെ മോശം അവസ്ഥയിലാണ് എല്ലാവരും. ഞങ്ങൾ ഉൾപ്പെടെ അവളെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു ഇപ്പോൾ ആഹാരം കഴിക്കുന്നില്ല, ആകെ പഴയതിനേക്കാളും അവൾ കോലം കെട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശരണ്യയുടെ അമ്മ കേട്ടോ. അപ്പം അലീന പറഞ്ഞു, അതൊന്നും സാരമില്ല അമ്മ, ഞാനൊന്ന് അവളെ കാണട്ടെ തോന്നി, മോള് പോയി കണ്ടിട്ട് വാന്ന് പറയാം. അങ്ങനെ അലീന അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ശരണ്യ ഒരു ജനലിൽ വെളിയിലോട്ട് നോക്കി ഏകാന്തതയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശരണ്യ ചെന്ന് ശരണ്യയുടെ കണ്ണുകൾ അലീന ചെന്ന് ഇങ്ങനെ പൊത്തി പിടിക്കുകയാണ്. അപ്പം ശരണ്യ പെട്ടെന്ന് കയ്യിലോട്ട് നോക്കുമ്പോൾ, ടച്ച് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പം പെട്ടെന്ന് അലീനയാണെന്നുള്ളൊരു ഫീലിങ്സ് ശരണ്യയ്ക്ക് തോന്നുകയാണ് കേട്ടോ. അങ്ങനെ അലീനയാണെന്ന് മനസ്സിലാക്കി അങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ്. കാരണം ഇത്രയും നാളും ശരണ്യയ്ക്ക് അലീനയെ കാണാതിരുന്ന ആ ഒരു വിമ്മിഷ്ടം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും കേട്ട കുറ്റപ്പെടുത്തലുകളും അതെല്ലാം ഉള്ളിൽ ഒതുക്കി ആ കുട്ടി അത്രയേറെ മാനസികമായ ഒരു പീഡനം നേരിടേണ്ടി വന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളിൽ ഇങ്ങനെ വെച്ചൊക്കെയായിരുന്നു. ആ ഒരു സങ്കടവും വിഷമവും എല്ലാം കൂടെ അലീനയെ ആ കണ്ട നിമിഷത്തിൽ ആ കുട്ടി കരഞ്ഞ് വിങ്ങി തീർക്കണം. അപ്പോൾ അലീന പറഞ്ഞു, എന്തിനാടാ മുത്തേ നീ കരയണത്? നിനക്ക് ഞാനില്ലേ, നിന്നോടൊപ്പം ഞാനില്ലേ, എന്തിനും ഏതിനും ഈ അലീന ചേച്ചി ഉണ്ടാവും. നിന്നെ തൊട്ടടുത്തൊന്ന് ഞൊടിച്ചാൽ പോരെ, ഞാൻ നിൻ്റെ അടുത്ത് വരില്ലേ എന്നൊക്കെ പറയണം കേട്ടോ. അപ്പോൾ പറഞ്ഞു, ചേച്ചിക്കറിയോ, ഇവിടെ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാരണം പല സാമൂഹിക പ്രവർത്തകരും പിന്നെ സ്ത്രീ സംഘടനയിൽപ്പെട്ടവരൊക്കെ അവർ പറഞ്ഞതുപോലെ ഞാൻ മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ട്, അതായത് അവർ പറഞ്ഞതുപോലെ മൊഴി പറയാത്തത് കൊണ്ടും മൊഴി മാറ്റി പറഞ്ഞതിൻ്റെ പേരിൽ അച്ഛനെയും അമ്മയൊക്കെ ഒരുപാട് പീഡിപ്പിക്കുന്നു. അതനുസരിച്ചിട്ട് അവർ എൻ്റെ അച്ഛനും അമ്മയും, സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആ രീതിയിലാണ് എന്നോട് പെരുമാറുന്നത്. എനിക്ക് ഈ വീട്ടിലെ ഒരു വ്യക്തിയെയും എനിക്കിപ്പോൾ ഇഷ്ടമല്ല. എനിക്ക് അലീന ചേച്ചിയെ മാത്രമേ വിശ്വാസമുള്ളൂ. മനസാക്ഷിക്ക് ശരി എന്ന് തോന്നിയ കാര്യം മാത്രമാണ് ഞാൻ ചെയ്തതെന്നൊക്കെ ശരണ്യ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു, മോക്ക് അതിനിവിടെ ഒന്നും പറ്റിയിട്ടില്ല, ആരും ഇല്ലെങ്കിലും ഞാൻ നിന്നോടൊപ്പം ഉണ്ടാവും. ചേച്ചി പറഞ്ഞു തന്നിട്ടില്ലേ, നല്ല രീതിയിൽ മോള് പഠിച്ച് ഒരു ഡോക്ടർ ആകണമെന്നല്ലേ മോളുടെ ആഗ്രഹം. അതുപോലെയൊക്കെ പഠിച്ച് നല്ലൊരു നിലയിലെത്തണം. നമുക്ക് വേണമെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, എന്തിനും ഏതിനും ഈ ചേച്ചി കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എനിക്ക് അലീന ചേച്ചിയെ മാത്രമേ വിശ്വാസമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ശരണ്യ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. മോൾ എൻ്റെ ആഹാരമൊന്നും കഴിക്കാത്തത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആഹാരം കഴിക്കാണ്ടും ഓരോന്നും ഓർത്തും മറ്റുള്ളവർ പറയണയൊക്കെ കേട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് മോൾ പോകരുത്. കാരണം ഇനി ജീവിതത്തിൽ നിന്നും ഒരു വലിയ കടമ്പയിൽ നിന്ന് മോളെ കൈപിടിച്ച് കയറ്റിയതാണ് ഈ ചേച്ചി. അപ്പോൾ ഈ ചേച്ചിക്ക് നീ വീണ്ടും ഒരു സങ്കടം തരരുത്, മനസ്സിലായില്ല? അതുകൊണ്ട് ഇനി മേലിൽ മറ്റുള്ളവർ പറയണ കുറ്റപ്പെടുത്തലുകൾ ഓർത്തൊന്നും നീ സങ്കടപ്പെടാനോ അതോർത്ത് ഇങ്ങനെ ഒരു ഏകാന്ത ജീവിതത്തിലോട്ട് നയിക്കാനൊന്നും നീ നിൽക്കണ്ട. അതുകൊണ്ട് കുറച്ചും കൂടെ ബോൾഡായിട്ട് എന്തിനെ നേരിടാനായിട്ട് ഈ സമൂഹത്തിൽ ആര് കുറ്റപ്പെടുത്തിക്കൂടെ, എനിക്കൊന്നും സംഭവിച്ചില്ല എന്നൊരു മനോഭാവത്തോടു കൂടി തന്നെ നീ മുന്നോട്ട് പോകണം മോളെ എന്ന് അലീന പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശരണ്യയുടെ അമ്മ ആഹാരമൊക്കെ ആയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ആഹാരം കൊണ്ടുവന്നപ്പം അലീനയോട് പറഞ്ഞു, മോളെ ഇന്ന് 2 ദിവസമായിട്ട് ഒരു സാധനം ഇവള് കഴിച്ചിട്ടില്ല, നിരാഹാരം ഇരിക്കും പോലുള്ളൊരവസ്ഥയാണ്, ഒന്നും കഴിക്കില്ല, ആരോടും മിണ്ടില്ല, എപ്പം നോക്കിയാലും ഈ മുറി തന്നെ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ മാറി മറിഞ്ഞോളൂ, അമ്മയും അച്ഛനും ഒന്നും അതോർത്ത് സങ്കടപ്പെടേണ്ട. ശരണ്യ നല്ല കുട്ടിയായിട്ട് മിടുക്കിയായിട്ട് തന്നെ വരും, ആഹാരം കഴിക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ശരണ്യ ആഹാരം കഴിക്കാനായിട്ട് അലീന ഇരുത്തേണ്ടത്. എന്നിട്ട് അലീന പറയും, ചേച്ചി വാരി തരട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ്, കുറച്ച് ദിവസമായില്ലേ വാരി കൊടുത്തിട്ട്. അപ്പോൾ അലീന സ്നേഹത്തോടു കൂടി ആ ആഹാരമൊക്കെ വാരി കൊടുക്കുകയാണ്. അപ്പോൾ അത്
സന്തോഷത്തോടെ നിറവയറോടെ അത് ആ സന്തോഷത്തോടെ ശരണ്യ കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് ശരണ്യ കുറേ സമാധാനിപ്പിച്ച് മനസ്സിന് വീണ്ടും ഒരു ധൈര്യവും, അതായത് എന്തും നേരിടാനുള്ള ഒരു മൈൻഡ്, ആ ഒരു രീതിയൊക്കെ കൊടുത്ത് അലീന നല്ലൊരു സപ്പോർട്ട് ശരണ്യയ്ക്ക് കൊടുക്കുകയാണ്. മോൾ ഏത് സമയത്താണെങ്കിലും ചേച്ചി വിളിച്ചാൽ മതി, മോൾക്ക് ഫോണൊക്കെ ഇനി തരും, അലീന ചേച്ചി അതെല്ലാം പറഞ്ഞാക്കിയിട്ടേ പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇനി മറ്റുള്ളവർ പറയണോർത്ത് മോളൊന്നും നോക്കണ്ട, മോളുടെ ജീവിതം നല്ല രീതിയിൽ പഠിച്ച് ഒരു നല്ല നിലയിലെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞ് അലീന ഇറങ്ങുകയാണ്. എന്നിട്ട് ശരണ്യയുടെ അച്ഛനെയും അമ്മയും മാറ്റി, പ്രഭാകരനെയും ലതേനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് അലീന കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റുള്ളവർ പറയണ കേട്ട് നിങ്ങൾ ശരണ്യയുടെ കൂടെ നിങ്ങൾ പെരുമാറാൻ നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവൾ ആ ഒരു രീതിയിലോട്ട് തിരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തന്നെ നഷ്ടപ്പെടും. അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നീ എന്തിനത് പറഞ്ഞു എന്നും പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ ടോർച്ചർ ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല. അവളെ ജീവിതത്തിലോട്ട് തിരിച്ചൊന്ന് കയറി വരട്ടെ. ഈ സമയം നമ്മളാണ് ക്ഷമ കാണിക്കേണ്ടത്. പഴയ അവസ്ഥയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ തന്നെ നഷ്ടപ്പെടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അമ്മയ്ക്കും അച്ഛനും മനസ്സിലാവുന്നുണ്ടല്ലോ. അതുകൊണ്ട് അവളെ കുറ്റപ്പെടുത്താനൊന്നും നിൽക്കണ്ട. അവൾ നല്ല രീതിയിൽ പഠിച്ചൊരു നിലയിലെത്തട്ടെ. എന്ത് സഹായത്തിനും ഏതിനും ഇപ്പം നമുക്ക് പല സംഘടനക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ രാഷ്ട്രീയക്കാർ, അവരൊക്കെ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. അതിലൊന്നും നിങ്ങൾ വഴുതി വീഴണ്ട. അവളുടെ ജീവിതം അവൾ തിരഞ്ഞെടുക്കട്ടെ, അവൾക്ക് ഒരു കുഴപ്പമില്ല. അവൾ സാധാരണ ഒരു പെൺകുട്ടിയെ പോലെ തന്നെയാണ്, അതേ മനസ്സും ഒക്കെ ഉള്ളത്. അവളെ വീണ്ടും നിങ്ങൾ തളർത്തി കളയാണ്ടിരുന്നാൽ മതിയെന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച ശേഷം മനുവും അലീനയും കൂടെ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മുടെ ഷാജി ചേട്ടൻ ഓട്ടോറിക്ഷയും കൊണ്ട് വരണം. അപ്പോൾ ഷാജി ചേട്ടൻ നോക്കുമ്പോൾ ഏതോ ഒരുത്തൻ്റെ കൂടെ അലീന പറഞ്ഞുണ്ട്, എൻ്റെ ഓട്ടോയിൽ കയറി വരാൻ പറഞ്ഞിട്ട് ഇത് ആരോ കൂടെ ഈ വരുന്നതെന്നുള്ള, കാറിലൊക്കെ വരുന്നതെന്നുള്ള. അപ്പോൾ അലീന ഷാജി ചേട്ടനെ കണ്ടപ്പോൾ മുന്നോട്ട് ചെല്ലുകയാണ്. അപ്പോൾ മനുവും ഷാജീനെ ഒന്ന് നോക്കുന്നുണ്ട്. എൻ്റെ ഷാജി ചേട്ടൻ ചോദിച്ചു, വന്നു അല്ലേ, കടമ കഴിഞ്ഞല്ലോ അല്ലേ, അതെന്താ ഷാജി ചേട്ടൻ അങ്ങനെ പറയുന്നത് എന്ന് അലീന ചോദിക്കുകയാണ്. അല്ല, നിങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ, നിങ്ങളെപ്പോലെയുള്ള പണക്കാരൊക്കെ പല ആവശ്യങ്ങളും കഴിഞ്ഞ് കഴിയുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരെയൊക്കെ കൈമലർത്തുമല്ലോ എന്നൊക്കെ പറഞ്ഞ് വലിയ വീമ്പിളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ മനു ശ്രദ്ധിക്കുന്നുണ്ട്. മനുവിന് ഇയാളുടെ സംസാരമൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ ഷാജിയും തിരിച്ച് മനുവിനെ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അയ്യോ ഷാജി ചേട്ടൻ്റെ വീട്ടിലോട്ട് ഞാൻ വരാതിരുന്നതാണ്, ഇന്നിപ്പോൾ എന്തായാലും ഇത്രയും വൈകിയില്ലേ, ഇനിയിപ്പോൾ ഞാൻ ശരണ്യയെ കാണാൻ വേണ്ടി പല പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്, അന്നേരം ഞാൻ കയറി അമ്മയുടെ അടുത്തും അനുജത്തിയുടെ അടുത്തും പ്രത്യേക അന്വേഷണം പറയണേ എന്ന് അലീന പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്തായാലും ഇതുവരെ വന്നേ ഇല്ല അലീന, നീ കയറിയിട്ട് പോകാമെന്ന് പറയുന്നുണ്ട്. ഇല്ല ഷാജി ചേട്ടാ, ഇത്രയും വൈകിയില്ലേ, ഞങ്ങൾ പോവാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി ആയിക്കോട്ടെ, അപ്പോൾ ഇടയ്ക്കൊക്കെ വന്ന് ആ കുട്ടീനെ ഒന്ന് ജീവിതത്തിലോട്ട് നിങ്ങൾ ഒന്ന് പിടിച്ച് കയറ്റ്, എന്തായാലും നിനക്കതിന് സാധിക്കുമെന്നൊക്കെ പറഞ്ഞ് ഷാജി അലീനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് മനു ഷാജീനെ നോക്കുകയാണ്. കാര്യം അയാളുടെ സംസാര രീതിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ അവർ പിന്നെ പോണൂന്ന് പറഞ്ഞിട്ട് കാറിലോട്ട് കയറുകയാണ്. ആ സമയം ഷാജിക്ക് വല്ലാത്തൊരിത്, കാരണം ഷാജിക്ക് സത്യം പറഞ്ഞാൽ അലീനയുടെ സ്വഭാവവും ആ ഒരു ക്യാരക്ടറൊക്കെ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു. അപ്പോൾ അതിനിടയിൽ നുഴഞ്ഞു കയറി വന്ന ഒരു ഫീലിങ്സാണ് മനുവിനെ കണ്ടപ്പോൾ. ആരുമില്ലാത്തൊരു പെൺകുട്ടി, നല്ലൊരു സ്വഭാവം, ഒരു കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഉത്തരവാദിത്തപ്പെട്ട് നോക്കാനൊക്കെ കഴിവുള്ള ഒരു പെൺകുട്ടി, തനിക്ക് ചെയ്യുന്നൊരു പെൺകുട്ടി എന്നൊരു കൺസെപ്റ്റാണ് അലീനയെക്കുറിച്ച്. അപ്പോൾ ആ ഒരു ഇതൊക്കെ പെട്ടെന്ന് മനുവിനെ കണ്ടപ്പോൾ മാറിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സങ്കടമായിരുന്നു ഷാജിക്ക്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറിൽ പോവുകയാണ്. ആ സമയത്ത് നമ്മുടെ അലീന ചോദിക്കും, അല്ല മനുവേട്ടൻ എന്തോ ഒരു കാര്യം സീരിയസ് ആയിട്ട് എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്ന് ചോദിച്ചു. അത് വേറൊന്നുമില്ല, നിന്നെ കണ്ടാണ് എൻ്റെ പ്രശ്നം, നിന്നെ കാണാതിരിക്കുമ്പോൾ പ്രശ്നം കൂടും, അതൊക്കെ തന്നെയെന്ന് പറഞ്ഞു. ഓഹോ, അതൊരു വല്ലാത്ത രോഗമാണല്ലോ എന്നിങ്ങനെ അലീന പറയും. അത് തന്നെയാണ് പ്രശ്നം, അതുകൊണ്ടല്ലേ നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരുന്നതെന്ന് മനുശങ്കർ പറയണേ. എന്നിട്ട് പറയും, നമുക്ക് കുറച്ച് നേരം എങ്ങോട്ടെങ്കിലും ഒന്ന് പോയി ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചിട്ട് പോയാലോ എന്നൊക്കെ പറയാം. അപ്പോഴും അലീന പറയും, മനുവേട്ടനെ എന്നെക്കുറിച്ചും ഞാൻ ആരാണെന്നും എന്താണെന്നും ഒക്കെ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ആലോചിച്ചിട്ട് തന്നെയാണോ മനുവേട്ട ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? മനുവേട്ടൻ്റെ അമ്മയും ഒക്കെ അറിയാവുന്നതല്ലേ, അപ്പോൾ എന്നെപ്പോലൊരാളെ ഒരിക്കലും ആ ഒരു രീതിയിലൊക്കെ അവർ സംസാരിക്കണം. അപ്പം മനു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും അറിഞ്ഞും നിന്നെ മനസ്സിലാക്കിയും തന്നെയാണ് ഞാൻ നിന്നെ
സ്നേഹിക്കുന്നതെന്നുള്ളതൊക്കെ മനുവും പറയുന്നുണ്ട്. അങ്ങനെ അവർ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വരും. പക്ഷേ പിന്നെ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ അലീന ഒറ്റയടിക്ക് ഇങ്ങനെ എൻ്റെ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കണം മനുവേട്ടൻ, അതൊക്കെ മനസ്സിൽ നിന്ന് മാച്ച് കളയണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പക്ഷേ അത് മനുവിന് വല്ലാണ്ട് ഫീൽ ചെയ്തു കേട്ടോ. അതുകൊണ്ട് മനു പിന്നെ കാറിൽ വെച്ച് ഒന്നും സംസാരിച്ചില്ല. അപ്പോൾ അലീനയ്ക്ക് മനസ്സിലായി മനുവേട്ടൻ എന്തോ ഭയങ്കര വിഷമമായി എന്നുള്ളത്. അപ്പോൾ അലീന പറയും, മനുവേട്ടാ ഞാൻ പറഞ്ഞത് വിഷമമായി പോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ അവർ രണ്ടുപേരും നെടുമ്പുരയ്ക്കൽ വീട്ടിലെത്തണം. അപ്പോഴേക്കും നമ്മുടെ ബബിത അവിടെ കോളേജ് വിട്ടിട്ട് വന്ന ഒരു സീനൊക്കെയാണ്. അപ്പോൾ അലീന ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ കോളേജിൽ പോയിട്ട്? അപ്പോൾ ബബിത പറഞ്ഞു, സ്റ്റാർട്ടിങ് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ക്ലാസ്സിലെല്ലാവരും നല്ല രീതിയിൽ തന്നെ കോപ്പറേറ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, അത്രയ്ക്കേ ഉള്ളൂ. എന്നേ നമുക്ക് ക്ലാസ്സിൽ പോവായിരുന്നു. എന്തായാലും ഇനിയെങ്കിലും നീ എക്സാമിനുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ തയ്യാറായി എഴുതാൻ നോക്കുന്നൊക്കെ പറഞ്ഞ് അലീന നല്ല സപ്പോർട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം നമ്മുടെ വൈജയന്തി ഇങ്ങനെ വരെയാണ്. അവളുടെ ഒരു ഉപദേശം എന്ന മട്ടിൽ വൈജയന്തിക്ക് ഇതൊന്നും അങ്ങ് തീരെ പിടിക്കുന്നില്ല. അവളുടെ ഒരു ഉപദേശം വന്നിരിക്കുന്നു. ഇപ്പോൾ എല്ലാവരെയും നയിക്കുകയും ഉപദേശിക്കുകയും ചെയ്യണ ഒരു റാണിയാണല്ലോ അലീന എന്നുള്ള രീതിയിൽ നമ്മുടെ വൈജയന്തി ഇങ്ങനെ പിറുപിറുക്കുന്ന സീനൊക്കെയാണ്. അപ്പോൾ ഗൈസ്, നാളെ വരുന്ന ഏകദേശം ഒരു എപ്പിസോഡിൻ്റെ ഇൻട്രോയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കേൾക്കുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ ലൈക്കും ഹൈപ്പും തരിക. അപ്പോൾ പിന്നെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് നമ്മുടെ മഴ തോരും മുമ്പേ സീരിയലിൻ്റെ നമ്മുടെ അലീനയുടെ മനുശങ്കറിൻ്റെ പുതിയ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.